ഹലോ മക്കളെ, മിസ്സ് ഇന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്ത സ്റ്റഡി പ്ലാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം. അത് കുറച്ച് പേർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയി എന്ന് പറയുന്നുണ്ട്. എനിക്ക് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ആ സ്റ്റഡി പ്ലാൻ അല്ല ഫോളോ ചെയ്യുന്നതെങ്കിലും ഓക്കെ, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് പഠിക്കാനിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് അറിയുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഇതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ഇടാമെന്നുള്ളത്. അപ്പം എല്ലാ ചാനൽസിലും അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും പറയുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ചാപ്റ്റേഴ്സ് അല്ലേ. ആദ്യത്തെ 4 ചാപ്റ്ററും എ സിയും റേ ഓപ്റ്റിക്സും, ഈ 6 ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. ഏതാണ്ട് 31 മാർക്കിനോളാണ് ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നും. ഇപ്പോഴത്തെ വെയിറ്റേജ് അനുസരിച്ച് ഒരു 31 to 33 ആ ഒരു മാർക്സിൻ്റെ റേഞ്ചിലാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് അതൊക്കെ. ആ ചാപ്റ്റേഴ്സിൽ നിന്നും വിടാതെ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് മിസ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആ 6 ചാപ്റ്റേഴ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു തരാം. ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതും കൂടെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു 1-2 കാര്യങ്ങൾ, മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളതൊരു അഡ്വൈസായിട്ടോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനായിട്ടോ ഒന്നും എടുക്കണ്ട. എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു തരുന്ന 1-2 കാര്യങ്ങളാണ്. നിങ്ങളിന്ന് കണ്ടിട്ടുണ്ടാവണം. തിരുവനന്തപുരത്ത് ഉണ്ടായ ഒരു സംഭവം. നിങ്ങളെപ്പോലെ തന്നെ +2 പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തിരുന്ന ഒരു മോനാണ്. പക്ഷേ എന്തുകൊണ്ടോ മനസ്സിൻ്റെ ഒരു നിമിഷത്തെ ഒരു വിഷമം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അബദ്ധം ആ കുട്ടി ചെയ്യേണ്ടി വന്നത്. അപ്പോൾ മിസ്സിന് പറയാനുള്ളത്, എന്തുകൊണ്ട് ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു മെസ്സേജ് വന്നിരുന്ന ഒരു കുട്ടി, വീട്ടിൽ നിന്നും ടീച്ചേഴ്സൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല, എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേർഡ് തന്നെ പറഞ്ഞു. ഞാൻ എന്താണെന്നുള്ളത് എടുത്ത് പറയുന്നില്ല. അപ്പോൾ എനിക്കൊന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, അതിനെ ഒന്ന് സമാധാനിപ്പിച്ചു. അപ്പം ഇന്ന് ഈ ന്യൂസും കൂടെ കണ്ടപ്പോൾ എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ഒരു പേടി തോന്നുകയാണ്. കാരണം എന്തിനാണ് മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു നിമിഷം നമ്മുടെ അച്ഛനമ്മമാരെ പറ്റി ആലോചിക്കണം. അവർ ജീവിക്കുന്ന, അവർ ചിലപ്പോൾ വഴക്ക് പറയും, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാൽ ചീത്ത പറയും, അടിക്കും, എന്തെന്നെ ആയിക്കോട്ടെ. പക്ഷെ അവർ ജീവിക്കുന്നത് അല്ലേ, നമ്മൾ എല്ലാ അച്ഛനമ്മമാരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അത്, എന്താ പറയുക, നിങ്ങളൊരു നിമിഷം ആലോചിക്കുക. പിന്നെ ഈ പരീക്ഷ എന്നൊക്കെ പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ എന്ത് പഠിച്ചു, അതിന് നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉപാധി മാത്രമായിട്ടാണ് ഈ പരീക്ഷയെ നിങ്ങൾ കാണേണ്ട ആവശ്യമുള്ളൂ. ഇതിൽ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച മാർക്ക് എത്തിയില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ നന്നായി, നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നന്നായി വർക്ക് ചെയ്യുക. അല്ലാണ്ട് ഒന്നും പഠിക്കാണ്ട് വെറുതെ നടന്നിട്ട് ഇനി എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് മാക്സിമം നമ്മൾ ചെയ്യുക. ബാക്കി നമ്മുടെ എന്താ പറയുക, ഭാഗ്യം പോലെ ഇരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ഉണ്ടാകും. ചിലപ്പം നമ്മൾ അത്ര പ്രിപ്പയർ ചെയ്യാതെ പോയ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ എൻ്റെയും ഒക്കെ കോളേജ് പരീക്ഷകളിലും അല്ലെങ്കിൽ സ്കൂൾ പരീക്ഷകളിലൊക്കെ എനിക്ക് വന്നിട്ടുള്ള അനുഭവമാണ് ഇതൊക്കെ. PG സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിനേഷന് പോയപ്പോൾ എൻ്റെ അച്ഛൻ ICUവിലാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ആ പരീക്ഷയ്ക്ക് തോക്കും, കാരണം നമ്മൾക്ക് പരീക്ഷ എഴുതാൻ ഉള്ളൊരു മനസ്സല്ല. പക്ഷേ എനിക്ക് എൻ്റെ PGയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് കിട്ടിയത് ആ ഒരു പേപ്പറിനാണ്. അപ്പം അതൊക്കെ ഓരോ ലക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട. കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ട കുട്ടികളാണ് നിങ്ങൾ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വലിയ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന വ്യക്തികളുടെയൊക്കെ ഓട്ടോബയോഗ്രാഫിയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കൂ. അവരൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ സ്കൂൾ പരീക്ഷകളിലൊക്കെ വളരെ വീക്കായിട്ട് നിന്നിട്ടുള്ളവരായിരിക്കും. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ സക്സസ്ഫുൾ ആയിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളുടെ കുറേ ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്. ചിലർക്ക് ഡോക്ടർ ആവാനായിരിക്കും, ചിലർക്ക് എഞ്ചിനീയർ ആവാനായിരിക്കും, ചിലർക്ക് ബിസിനസ് ആയിരിക്കാം, ചിലർക്ക് ഫാഷൻ ഡിസൈനിങ് ആയിരിക്കും, പൈലറ്റ് ആവാനായിരിക്കും. അങ്ങനെ ഒരുപാട് എത്രയോ ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഫീൽഡിൽ നിങ്ങൾ നന്നായിട്ട് ശോഭിക്കുക. അപ്പം നമ്മൾ ഇഷ്ടത്തിനാണ് പഠിക്കുന്നത്. ഇപ്പോൾ +2 വരെ നിങ്ങൾക്കറിയാം, നമ്മൾ കുറച്ചൊക്കെ പാരൻസിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കണം അല്ലേ. സയൻസ് എടുക്കുക എന്നുള്ള പാരൻസിൻ്റെ ആഗ്രഹമായിരിക്കാം. സയൻസ് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വരുന്ന അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടെ ഇഷ്ടം പോലെ
ചെയ്യുക. അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട് ഇതിനാണ് പോകുന്നത്, എൻ്റെ ഫ്രണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവരെനിക്ക് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അവരോട് സ്നേഹമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ചിന്തിക്കുക, അല്ലേ, എനിക്ക് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പേര് അതാണല്ലോ +2 കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമോ, ഞാനതിൽ എനിക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ചിന്തിക്കുക. അല്ലാതെ വെറുതെ ഒരു വർഷം കളയാനാണോ ഞാൻ പോകുന്നത്, അത് നന്നായിട്ട് ആലോചിച്ചിട്ട് വേണം അതിനകത്തേക്കൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനായിട്ട് കേട്ടോ. അപ്പം അടുത്ത ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്കിഷ്ടമുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താകാനാണോ സ്വപ്നം കാണുന്നത്, അതിലേക്ക് വേണം ചെന്നെത്താനായിട്ട് കേട്ടോ. അല്ലാണ്ട് ഈ പരീക്ഷയെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. എപ്പോഴും ഒക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, പഠിക്കുന്നുണ്ട് പക്ഷേ പഠിച്ചതൊന്നും ഓർമ്മയിൽ വരുന്നില്ല. നമ്മുടെ സ്റ്റഡി മെത്തേഡ് കറക്റ്റാണോ നോക്കുക. ഒന്നും ബൈ ഹാർട്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ കറക്റ്റായിട്ട് പഠിക്കാൻ നമ്മുടെ സ്റ്റഡി മെത്തേഡ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മയില്ല, മറന്നു പോകുന്നു, ഇതൊക്കെ മിസ്സും അനുഭവിച്ച കാര്യങ്ങളാണ്. ചിലപ്പോൾ എക്സാം ഹോളിലേക്ക് കയറുന്നതിന് മുന്നേ എന്തായിരുന്നു ടോപ്പിക്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണെന്നൊക്കെ പോലും ഓർമ്മയില്ലാത്ത എത്രയോ പരീക്ഷകൾ അങ്ങനെ കയറിയിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് എഴുതുമ്പോൾ നമുക്കെല്ലാം ഓർമ്മ വരും. എന്നാൽ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും ഓർമ്മയിൽ നിൽക്കുന്നില്ല, അത് ഇതെന്നൊക്കെ തോന്നി. ഇപ്പോൾ തന്നെ മോഡൽ എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണെന്ന് ഒത്തിരി പേര് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ ബോർഡ് എക്സാം. എന്തായാലും നിങ്ങൾ മോഡൽ എക്സാമിനെക്കാട്ടിലും കുറച്ചും കൂടെയൊക്കെ ഇമ്പോർട്ടൻസ് ബോർഡ് എക്സാമിന് കൊടുത്തിട്ടുണ്ടാവണമല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങൾ കൂളാവുക, ആദ്യം തന്നെ നമ്മൾ റിലാക്സ്ഡ് ആവുക. റിലാക്സ് ചെയ്ത് കൂളായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക. നമ്മൾ ഒരു നല്ല കാമായിട്ടുള്ളൊരു മൈൻഡോട് കൂടി നമ്മൾ എന്തൊരു കാര്യത്തിനെ ഫേസ് ചെയ്താലും അതിന് സക്സസ് ഉണ്ടായിരിക്കും. അല്ല നമ്മൾ ടെൻഷനോട് കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പായി പോകും. അപ്പോൾ നമ്മൾ റിലാക്സ് ആവുക, നമ്മൾ കൂളായിട്ട് ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എക്സാം അല്ല, ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചത് ഓർമ്മയില്ലാന്നോ, അല്ലെങ്കിൽ ഇനി പഠിച്ചാൽ തീരും, ഇന്ന് രാത്രി ഇരുന്ന് പഠിക്കൂ, നാളെ പഠിക്കൂ, മറ്റന്നാൾ ഉച്ചവരെ സമയമുണ്ടല്ലോ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകളും നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് നമ്മൾ മാക്സിമം നന്നായി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് കിട്ടിയില്ല, അത് പോട്ടെ, കുഴപ്പമില്ല. വെറുതെ കളിച്ച് നടന്നിട്ട് മാർക്ക് കുറയുമ്പോഴാണ് നമുക്ക് കുറ്റബോധം തോന്നേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാം ഓക്കെ ആയിക്കോളും, നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ മിസ്സിന് ഇത്രയും പറയുമ്പോൾ എന്തോ രാവിലത്തെ ന്യൂസൊക്കെ കണ്ടപ്പോൾ ഇതിങ്ങനെ മൈൻഡിലൊരു വിഷമം തോന്നിയിരുന്നു, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് പോവാം. യെസ്, നമ്മൾ ഇപ്പോൾ 6 ചാപ്റ്റേഴ്സിൻ്റെതാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ടോപ്പിക്കിൽ നിന്നും ആ ചാപ്റ്ററിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതല്ല, പക്ഷെ നമ്മൾ ഈ ടോപ്പിക്സൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ളത് എന്താണ്, കുളുംസ് ലോ ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വിറ്റോറിയൽ ലൈന്. മൂന്നാമത്തത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. ലാസ്റ്റ് ഗോസസ് തിയറം ആൻഡ് ആപ്ലിക്കേഷൻസ്. ഈ 5 ടോപ്പിക്സും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയേക്കണേ. ഓക്കെ, അടുത്തത് നോക്കൂ. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2 ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2വിനകത്ത് വരുന്നത് ഫസ്റ്റ് തന്നെ റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി. എന്തൊക്കെയാണ് റിലേഷൻസ്, ഇയും വിയും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്നാമത്തത് ഇ ഈസ് ഈക്വൽ ടു -dv/dr അല്ലേ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു -∫ അല്ലേ. ദാറ്റ് ഈസ് നെഗറ്റീവ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 റിലേഷൻ ഉണ്ട്. അടുത്തത് രണ്ടാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 1/4πε0 P cos θ by r² - a² the whole square എന്നുള്ള ഡെറിവേഷൻ ഉണ്ടല്ലോ, അത് ഒരു കുഞ്ഞു ഡെറിവേഷനാണ് കേട്ടോ. അതൊക്കെ പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ദെൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കുക. അതൊക്കെ ഈസിയാണ്. ഇതൊന്നും നിങ്ങൾ ഇത്രയും ടോപ്പിക്സ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതൊക്കെ ഇങ്ങനെ മിസ്സിൻ്റെ നോട്ട് ഉണ്ടല്ലോ ടെലഗ്രാമിനകത്ത്, അത് എടുത്ത് വെച്ചിട്ട് ആ നോട്ടിനകത്ത് ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ നോട്ട്സൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്നും നോക്കണ്ട, മിസ്സി പറയുന്ന ടോപ്പിക്സ് മാത്രം അത് വെച്ചിട്ട് അങ്ങോട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസസും അതിൻ്റെ
പ്രോപ്പർട്ടീസും പഠിക്കുക. കാരണം ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കും ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കുക. 4-മത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിൽ ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരു പോയിൻ്റാണ് ഇപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ, സർഫസിലെ പൊട്ടൻഷ്യൽ എത്രയാണെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നില്ലേ? അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടേഴ്സിനകത്തുള്ള 6 പോയിൻറ്റിൽ നിന്ന് ഒരു പോയിൻ്റ് ആയിരുന്നു. സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയായിരിക്കും ഉള്ളിലും ഉണ്ടാവുക. ആൻഡ് ത്രൂ ഔട്ട് ഇറ്റ് ദ പൊട്ടൻഷ്യൽ ഇസ് കോൺസ്റ്റൻറ്റ് എന്നുള്ളൊരു പോയിൻ്റാണത് കേട്ടോ. പിന്നെ ഉള്ളത് കപ്പാസിറ്റർ. കപ്പാസിറ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അത് ബോർഡ് എക്സാമിന് ചോദിച്ചതാണ്. കുറച്ചൊരു വിവാദമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ ഡിലീറ്റഡ് ആണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് ചോദിച്ചിരുന്നു 1 മാർക്കിന്. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പ്ലേസിങ് ആൻ അൺചാർജ്ഡ് കണ്ടക്ടർ നിയർ ഇറ്റ് കേട്ടോ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. നമ്മുടെ നോട്ടിനകത്തുണ്ട്. പിന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിക്കുക, സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണുള്ളത്, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ് ഇക്വേഷൻ? അതിൻ്റെ ഡെറിവേഷൻ വേണ്ട. ദാറ്റ് ഈസ് U is equal to half CV square, U is equal to half QV and U is equal to half Q square by C. ഈ U എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കണ്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ഉം 2ഉം കഴിഞ്ഞോ? ഇന്ന് നമ്മളിട്ടിരിക്കുന്ന സ്റ്റഡി പ്ലാനിൽ അത് 2 പഠിക്കാനുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കാനുള്ളത്. ഇനി അടുത്തത് 3-മത്തെ ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3-മത്തെ ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി, കറണ്ട് ഇലക്ട്രിസിറ്റി. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ആദ്യം തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നുള്ളത് പഠിക്കുക. ദ ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് ദ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ഫ്രം ദ നെഗറ്റീവ് എൻഡ് ടു ദ പോസിറ്റീവ് എൻഡ് ഓഫ് ദ കണ്ടക്ടർ. രണ്ടാമത്തത് റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I is equal to NAVD into E എന്നുള്ള റിലേഷൻ മാത്രം പഠിച്ചാൽ മതി. ഡെറിവേഷൻ ഒരു 2 മാർക്സിന് ചോദിച്ചാൽ ചിലപ്പോൾ, എന്നാലും ഡെറിവേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിട്ടേക്കുക, റിലേഷൻ മാത്രം പഠിക്കുക. ഇനി മൊബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതിപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൊബിലിറ്റിയുടെ യൂണിറ്റ് എഴുതാനായിട്ട്. ഇനി ഓംസ് ലോയുടെ അറിയാമല്ലോ. ഓംസ് ലോ എന്ന് പറയാൻ ഓംസ് ലോ റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ഓംസ് ലോ എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് പഠിക്കുക. പിന്നെ ഓംസ് ലോയുടെ ഡീവിയേഷൻസ് ഉണ്ട്, ഗ്രാഫ്. പിന്നെ റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചർ തമ്മിലുള്ള ഗ്രാഫുകൾ, ഇതൊക്കെ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു കേട്ടോ. ഈ ഗ്രാഫുകളൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കുക, എളുപ്പമാണ് അതൊക്കെ പഠിക്കാൻ. പിന്നെ ഈ 5-മത്തെ ചോദ്യം നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിട്ടേക്കുക. സെല്ലിൻ്റെ ഭാഗമാണ്. ഇനിയിപ്പോൾ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അങ്ങ് വിട്ടേക്കും. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇലക്ട്രോഡ്സ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഓഫ് എ സെല്ലാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 6-മത്തത് കിർച്ചോഫ് ലോ പഠിക്കണം. കിർച്ചോഫ് കറണ്ട് ലോയും കിർച്ചോഫ് വോൾട്ടേജ് ലോയും പഠിക്കുക. ദെൻ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പഠിക്കുക. നിർബന്ധമായിട്ടും പഠിക്കുക അല്ലേ, നമ്മളിപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചതാണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയിലുള്ളത്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്തുള്ള ഫസ്റ്റ് വൺ എന്താണ്? ബയറ്റ് സവേർട്ട്സ് ലോ. സർക്കുലർ കോയിൽ പഠിക്കാണ്ട് പോവുകയോ ചെയ്ത് സർക്കുലർ കോയിലിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം ഷുവർ ആയിട്ടുണ്ടാവും. സർക്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ ഇക്വേഷൻ, ചിലപ്പോൾ ന്യൂമറിക്കൽസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ ഇക്വേഷൻസും അതിൻ്റെ സ്പെഷ്യൽ കേസ് ഉണ്ട്. വാട്ട് ഈസ് എ സർക്കുലർ കോയിൽ അറ്റ് ദ സെൻറ്റർ? വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സർക്കുലർ കോയിൽ? B is equal to mu0/2 into I/A ആണ് ഇക്വേഷൻ. പിന്നെന്താണ്? ആംപിയർ സർക്യൂട്ടൽ ലോ പഠിക്കുക. അതിൻ്റെ ആപ്ലിക്കേഷൻസ് 2 ആണ് മെയിൻ. 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ 2 പഠിച്ചാൽ തന്നെ മതി. എന്താണ്? ഡ്യൂ ടു എ ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും പിന്നെ ഡ്യൂ ടു എ സോളിനോയിഡും. 3-മത്തെ ടൊറോയിഡ് ആണ്. ടൊറോയിഡ് എന്ന് പറയുന്നത് സോളിനോയിഡ് ഒന്നിങ്ങനെ സർക്കുലർ ഷേപ്പിൽ വെക്കുന്നതാണ് ടൊറോയിഡ്. mu0 Ni എന്ന് തന്നെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. പക്ഷേ സ്മോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്തോ കിട്ടും? സ്മോൾ n എന്ന് പറയുന്നത് N/L എന്നാണ് സോളിനോയിഡ് കിട്ടുന്നതെങ്കിൽ മറ്റേതിൽ കിട്ടുക ടൊറോയിഡിൽ N/2πr അല്ലേ. ലെങ്ത് ഓഫ് ദ ടൊറോയിഡ് എന്നുള്ള രീതിയിലാണ് 2πr എന്ന് എടുക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെന്താണ്? ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് അറിയാമല്ലോ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ ആ ചാർജ് പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ F is equal to IL cross B എന്ന് പറയുന്ന ഡെറിവേഷനാണ്. പക്ഷെ ഇത് വളരെ റെയറായിട്ടേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇപ്രാവശ്യം ചോദിക്കുമോ എന്നുള്ളത്. അപ്പോൾ പക്ഷെ അതൊക്കെ എളുപ്പമുള്ള ഡെറിവേഷൻസ് ആണ് കേട്ടോ. പിന്നെന്താ? ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്. ഇത് കുറച്ചായി ഇപ്പോൾ ചോദിക്കാണ്ടായിട്ട്, അതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടോർക്ക് ആക്ടിങ് ഓൺ റെക്ടാങ്കുലർ കോയിലിൻ്റെ ഡെറിവേഷൻ അല്ലെങ്കിൽ അതിനകത്തുള്ള അതിൻ്റെ സ്ട്രക്ചർ പിന്നെ വരയ്ക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്നുള്ള എന്തെങ്കിലും 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും ഒന്ന് ടോർക്ക് ആക്ടിങ് ഓൺ റെക്ടാങ്കുലർ കോയിൽ നിന്ന് വരാം.
പിന്നെ MCG എന്താണ്? മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന് ഇതുപോലെ തന്നെ എന്തെങ്കിലും ചോദിക്കാം. ദെൻ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു എമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്തുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് 100% മനസ്സോടുകൂടി അത് നിങ്ങൾ പഠിക്കേണ്ട, ചിലപ്പോൾ ചോദിക്കില്ല എന്ന് പറയാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, 9 മാർക്ക് ഒക്കെ വെയിറ്റേജ് ഉള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനകത്തുനിന്ന് ചോദിച്ചിരിക്കും. ചിലപ്പം എല്ലാ ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒന്നും ഒഴിവാക്കാതെ തന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നമ്മുടെ എ സിയിൽ നിങ്ങൾക്കറിയാമല്ലോ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവറേജ് വാല്യൂ ഓഫ് സിയുടെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. 2I0/π ആണ്. I0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. അതുപോലെ RMS വാല്യൂ ഓഫ് AC എന്ന് പറയുന്നത് IRMS = I0/√2 ആണ്. പിന്നെ ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ ഹാഫ് സൈക്കിൾ ആണ് 2I0/π. വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഓഫ് AC ഓവർ എ ഫുൾ സൈക്കിൾ എന്ന് ചോദിക്കുക, അത് 0 ആണ്. എനിക്കൊന്ന് കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് എക്സാമിന് അത് ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. ദെൻ R സർക്യൂട്ട്, L സർക്യൂട്ട് ആൻഡ് C സർക്യൂട്ട്, അത് ഓരോന്നും പഠിക്കുക. L സർക്യൂട്ടിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്താണ്, C സർക്യൂട്ടിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്താണ്, പിന്നെ എന്തുകൊണ്ടാണ് C സർക്യൂട്ട് DCയെ ബ്ലോക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ LCR സർക്യൂട്ട്, ഇതിൻ്റെയൊക്കെ ഉത്തരം ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ഉത്തരം നമ്മുടെ നോട്ടിനകത്തുണ്ട് കേട്ടോ എല്ലാം. ദെൻ LCR സർക്യൂട്ട് അറിയാമല്ലോ, അതിനകത്ത് 3 കേസസ് ഉണ്ട്. ഒന്ന് VL > VC, VC > VL, ദെൻ VL = VC. അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെ അതിനകത്തുനിന്ന് റെസൊണൻറ്റ് ഫ്രീക്വൻസിയുടെ ഡെറിവേഷൻ F = 1/2π√LC എന്ന് പറയുന്ന ഡെറിവേഷനും ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് ഏത് കേസ് എഴുതണം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടൊരു കേസൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. VL > VC എന്നുള്ള കേസ് മാത്രം എഴുതിയാൽ മതി. Then power consumed in circuit ERMS into IRMS, P is equal to ERMS into IRMS into cos phi ആണ്. ERMSന് വരെ E0/√2 എന്നും I0/√2 into cos phi. ഇതിനകത്ത് നമ്മുടെ L സർക്യൂട്ടിലും C സർക്യൂട്ടിലും പവർ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ പറയുക, ഐഡിൽ കറണ്ട് എന്ന് പറയും അല്ലേ. ദാറ്റ് ഈസ് നോ വർക്ക് ഇസ് ഡൺ ദർ. അതുകൊണ്ടാണ് ആ കറണ്ടിനെ പറയുന്നത് ഐഡിൽ കറണ്ട്, IDLE എന്ന് പറയും, അല്ലെങ്കിൽ വാട്ട്ലെസ് കറണ്ട് എന്നും പറയും, പവർ 0 ആയതുകൊണ്ട്. പിന്നെന്താണ് ട്രാൻസ്ഫോമർ എന്താണെന്നും അതിൻ്റെ പിന്നെ പാർട്സ് പഠിക്കുക. അതിൻ്റെ തിയറി ഉണ്ടല്ലോ, ഏതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്, അത് പഠിക്കുക. പിന്നെ EMF ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡെറിവേഷൻ എന്താണ് ഇക്വേഷൻ വരുന്നത്, E is equal to E0 sin ωt എന്ന് പറയുന്ന ഡെറിവേഷൻ ഇല്ലേ. യെസ്, അതൊരു കുഞ്ഞ് ഡെറിവേഷനാണ്, അതും ഒന്ന് പഠിച്ചേക്കുക. അപ്പം AC പഠിച്ചു കഴിഞ്ഞോ? യെസ്, പഠിച്ചു കഴിഞ്ഞല്ലേ. ഓക്കെ, ലാസ്റ്റ് ഏതാണ് നമ്മുടെ 6ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണ്? റേ ഓപ്റ്റിക്സ് ആണ്. റേ ഓപ്റ്റിക്സിൽ ആദ്യം തന്നെ റിലേഷൻ ബിറ്റ്വീൻ R ആൻഡ് F, R = 2F എന്ന് പറയുന്ന റിലേഷൻ. ദെൻ മിറർ ഫോമുല 1/V + 1/U = 1/F. സ്നെൽസ് ലോ പഠിക്കുക. റിലേഷൻ എന്തുവാണ്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V. C എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, 3 × 10⁸ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ പെർട്ടിക്കുലർ മീഡിയം. അപ്പം 2 മീഡിയം ഉണ്ടെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാമെങ്കിൽ, അല്ല, ഒരു മീഡിയം എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെങ്കിൽ വാക്വം, ഒരു മീഡിയം എന്ന് പറയുന്നത് വാക്വം അല്ലെങ്കിൽ എയർ ആണെങ്കിൽ മറ്റേ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെയാണ് എന്ത് പറയുന്നത്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ TIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഡെൻസർ മീഡിയത്തിൽ നിന്നും ഡയറക്റ്റ് മീഡിയത്തിലേക്ക് പോകണം. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിറ്റിക്കൽ ആംഗിൾ. പിന്നെന്താണ് നമ്മുടെ പ്രിസം ഫോമുല? എളുപ്പമല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം അല്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചോണേ പ്രിസം ഫോമുല. നാളെ രാവിലെയാണ് നമ്മൾ റേ ഓപ്റ്റിക്സ് പഠിക്കാനുള്ള ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ അതങ്ങ് പഠിച്ച് തീർത്താൽ മതി. റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്, അതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോമുല, അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ലെൻസ് മേക്കേഴ്സ് ഫോമുല എപ്പോഴും ചോദിക്കാറ്. പിന്നെ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോൺടാക്ട് 1/F is equal to 1/F1 + 1/F2 എന്ന് ഡിറൈവ് ചെയ്യുന്നത്. അതൊക്കെ എളുപ്പമുള്ള ഡെറിവേഷൻസ് ആണ്, ഭയങ്കര സിമ്പിളാണ്. റേ ഓപ്റ്റിക്സിൻ്റെ ഡെറിവേഷൻസ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില സ്റ്റെപ്സൊക്കെ നമ്മളൊന്ന് മിസ്സായി പോകും എന്നുള്ളതേ ഉള്ളൂ. അതൊന്നും വിഷയമല്ല. നിങ്ങൾ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് നന്നായി പഠിച്ചു വെക്കുക, അവസാനത്തെ ഇക്വേഷനും പഠിച്ചു വെക്കുക. കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഡെറിവേഷൻ പഠിക്കേണ്ടതെന്നുള്ളത്. അല്ലെങ്കിൽ ഡെറിവേഷൻ മറന്നു പോകുന്നു. നിങ്ങളൊരു ഡെറിവേഷൻ പഠിക്കാൻ എടുക്കുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഫൈനൽ ഇക്വേഷൻ ആദ്യം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് ആദ്യത്തെ 1-2 സ്റ്റെപ്പും അങ്ങ് പഠിച്ചു വെച്ചാൽ അതിന് ഇടയ്ക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോയാലും കുഴപ്പമില്ല, ലാസ്റ്റ് ഇക്വേഷനിലേക്ക് ഒന്ന് എഴുതി വെച്ചാൽ മതി. എന്തായാലും 1 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ 2 മാർക്ക് വരെയൊക്കെ എന്തായാലും കിട്ടും. ഓക്കെ, ദെൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്, മിസ് ഇപ്പോൾ പറഞ്ഞ ഡെറിവേഷൻ്റെ കാര്യം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നവർ ഇങ്ങനെയൊന്നും കാണിച്ചു വെക്കരുത്. മൊത്തം തന്നെ നന്നായി പഠിച്ചോളുക. മിസ്സ് പറയുന്ന അറിയാമല്ലോ, എങ്ങനെ ഒന്നും ഓർമ്മയിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി മിസ്സ് പറഞ്ഞിരുന്നൊരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ.
ഓക്കെ, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഇപ്പം റേ ഡയഗ്രാം ചോദിച്ചു, ഇനി ചോദിക്കില്ലേ അല്ലെ ചോദിക്കുമോ അങ്ങനെയൊന്നും ആലോചിക്കേണ്ട. എന്തായാലും നമ്മളൊന്നും കൂടെ പഠിച്ചേക്കുക. സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും അതുപോലെ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൻ്റെയും ഇത് റേ ഡയഗ്രാം പഠിച്ചു വെക്കുക. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ചിലപ്പോൾ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ചോദിച്ചിരുന്നില്ലേ ടെലസ്കോപ്പിൻ്റെ, അതാണ്. അപ്പോൾ 6 പാഠത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സൊക്കെ ഒന്നും മിസ്സാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. നോക്കുക, എന്തെങ്കിലും മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ, മിസ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഒരു എന്താ പറയുക, ഒന്നും നിങ്ങളോട് മക്കളോട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയോ ചേച്ചിയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു വരുന്ന പോലെ നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. ഒന്നും മനസ്സിൽ വെക്കണ്ട. ഓക്കെ, പഠിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി നമ്മൾ നല്ല പെർഫെക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി ഒക്കെ നമ്മുടെ വഴിയേ വരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് അങ്ങ് ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പം പഠിച്ചോളൂ. ഡൗട്ട്സൊക്കെ ഉള്ളത് ചോദിക്കുക, വാട്സപ്പിൽ ചോദിച്ചോളൂ. പിന്നെ യൂട്യൂബിലെ കമൻറ്റിൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. ഞാൻ മിസ് പല വീഡിയോസിലും പറഞ്ഞിരുന്നു, മുന്നേ ചെയ്തിരുന്ന വീഡിയോസിൻ്റെ താഴെ ചിലപ്പോൾ വരുന്ന കമൻറ്റ്സ് മിസ് കാണുന്നുണ്ടാവില്ല. സ്റ്റുഡിയോ ഓൺ ചെയ്താലേ കാണുകയുള്ളൂ, യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ചെയ്താലേ കാണുകയുള്ളൂ. കാണുന്നതിനൊക്കെ ഞാൻ മിസ് മറുപടി കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു മിസ് കണ്ടിട്ടില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വന്നിട്ട് വാട്സപ്പിൽ ചോദിക്കുക. അപ്പം ഈ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഡൗട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടുകയെന്ന് പറയാമല്ലോ, യൂട്യൂബിൽ അത് കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പം ടെലഗ്രാമിൻ്റെ ലിങ്കൊക്കെ കൊടുത്തേക്കാം. നോട്ട്സ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മിസ്സിനോട് പേഴ്സണലായിട്ട് ചോദിക്കുക. നോട്ട്സും PYQ ഒക്കെ അയക്കാം. നാളെ നമ്മൾ 2017-19 ഒരു PYQൻ്റെ ഒരു സെക്കൻഡ് ടെക്സ്റ്റിൻ്റെ PYQ ബാക്കിയുണ്ട്, അത് ചെയ്യണം. ന്യൂമറിക്കൽസ് ചെയ്യണം എന്നുണ്ട്. ഒരുപാട് പ്ലാനുകളുണ്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. നാളെ ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോസും എടുക്കാം കേട്ടോ. ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോയിരുന്ന് പഠിച്ചോളാം. സമയം കളയരുതേ. ഓക്കെ, അപ്പം ബൈ, താങ്ക് യു.